السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാനിൽ വളരെ അധികം മഹത്വങ്ങൾ കരസ്ഥമാക്കാൻ ഉപകരിക്കുന്ന ചില അമലുകളാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓരോ പ്രവൃത്തിയും രാത്രിയിൽ മുഴുവനായി നിന്ന് നിസ്കരിച്ചതിനോട് തുല്യമാകുന്ന പ്രതിഫലം ലഭിക്കുന്നതാണ്. രാത്രി നിസ്കരിച്ചതിനോട് പ്രതിഫലം ലഭിക്കുന്ന 7ഓളം അമലുകളാണ് ഇന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഒന്നാമത്തത് സുബ്ഹി നിസ്കാരവും ഇശാ നിസ്കാരവും ജമാഅത്തായിട്ട് നിസ്കരിക്കുക. ഒരാൾ ഇശാ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അവൻ രാത്രിയുടെ പകുതി നിസ്കരിച്ചവനെ പോലെയും, സുബ്ഹിയും ഇശാവും ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അവൻ രാത്രി മുഴുവനും നിസ്കരിച്ചവനെ പോലെയും ആണ് എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചത്. രണ്ടാമതായി അദാഉ 4 റക്അത്തിൻ ഖബ്ല സ്വലാത്തിൽ ളുഹ്രി, ളുഹർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുക, സുന്നത്ത് നിസ്കാരം. അത് ഒരു ഹദീസിൽ 4 റക്അത്തിൻ ഖബ്ല ളുഹ്രി യഅദിലൻ ബിസലാത്തി സഹരി, ളുഹർ നിസ്കാരത്തിന് മുമ്പുള്ള 4 റക്അത്ത് പ്രഭാത നിസ്കാരത്തിനോട് തുല്യമാകുന്നു എന്നും, മറ്റൊരു ഹദീസിൽ 4 ഖബ്ല ളുഹ്രി തുഫ്തഹു ലഹുന്ന അബ്വാബുസ് സമാ, ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് നിസ്കരിക്കുന്നവർക്ക് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും എന്നും കാണാം. അപ്പൊ ഈ 4 റക്അത്ത് ഒരാൾ നിത്യമാക്കുകയാണെങ്കിൽ അയാൾക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ്. മൂന്നാമതായി രാത്രിയിൽ 100 ആയത്ത് ഓതിയാൽ അയാൾക്ക് രാത്രി ദീർഘനേരം നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും. عن تميم الداري رضي الله عنه قال قال رسول الله صلى الله عليه وسلم من قرأ ب100 آية في ليلة كتب له قنوت ليلة. 100 ആയത്ത് ഒരാൾ ഓതിയാൽ അവനിക്ക് രാത്രി ദീർഘനേരം നിസ്കരിച്ച പ്രതിഫലം ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചത്. ഇവിടെ 100 ആയത്ത് ഓതാൻ വലിയ പ്രയാസമില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വഖിറാഅതു 100 ആയത്തിൻ അംറുൻ സഹലുൻ, 100 ആയത്ത് ഓതുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. ലൻ യൻഖതിഅ മിൻ വഖതിക ഇലാ മിൻ 10 ദഖായിഖ്, 10 മിനിറ്റിൽ കൂടുതൽ നിന്റെ സമയം നഷ്ടപ്പെടുകയില്ല. വയുംകിനു അൻ തുദ്രിക ഹാദൽ ഫദ്ലു, ഈ ശ്രേഷ്ഠത എത്തിക്കാൻ എളുപ്പമാണ്, എത്തിക്കാൻ സൗകര്യമാകും. ഇൻ കാന വഖതു ഖലീഖൻ, കുറഞ്ഞ സമയമാണെങ്കിലും ഈ ശ്രേഷ്ഠത ലഭിക്കും. ബിഖിറാഅത്തി അവ്വലി 4 സഫഹാത്തിൻ മിൻ സൂറത്തി സാഫാത്ത്, സൂറത്ത് സാഫാത്ത് അഥവാ വസ്വാഫാത്തി സഫ എന്ന സൂറത്തിൽ നിന്ന് ആദ്യത്തെ 2 കടലാസ് 4 പേജുകൾ ഓതുന്നത് കൊണ്ട് ഈ ശ്രേഷ്ഠത ലഭിക്കുന്നതാണ്. ഔ ഖിറാഅത്തി സൂറത്തുൽ ഖലം വൽ ഹാഖ, സൂറത്തുൽ ഖലമും സൂറത്തുൽ ഹാഖയും അത് രണ്ടും ഓതിയാലും ഈ 100 ആയത്ത് ഓതിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. വൈദാ ഫാതക ഖിറാഅത്തുഹാ ബിൽ ലൈലി, രാത്രി ഒരാൾ ഇതോതാൻ വിട്ടുപോയി, അയാൾക്ക് എന്തോ തിരക്ക് കൊണ്ട് വിട്ടുപോയി, നഷ്ടപ്പെട്ടു പോയാൽ ഫഖ്ദിഹ മാ ബൈന സ്വലാത്തിൽ ഫജ്രി ഇലാ സ്വലാത്തിൽ ളുഹർ, സുബ്ഹി നിസ്കാരത്തിന്റെയും ളുഹർ നിസ്കാരത്തിന്റെയും ഇടയിലായിട്ട് അത് വീട്ടിയാൽ തുദ്രിക സവാബുഹ, ഇതേ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മൻ നാമ അൻ ഹിസ്ബിഹി ഔ അൻ ഷൈഇൻ മിൻഹു ഫഖറഅഹു ഫീമാ ബൈന സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ ളുഹർ കുതിബ ലഹു കഅന്നമാ ഖറഅഹു മിനൽ ലൈൽ
ഇതിൽ നിന്ന് ഒരാള് മറന്നുപോയിട്ട് അയാൾ ഉറങ്ങിപ്പോയി, അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല, പതിവാക്കുന്ന കാര്യമാണ്, പക്ഷെ അന്നെന്തായി വിട്ടുപോയി. പിറ്റേ ദിവസം സുബഹിന്റെയും ളുഹർ നിസ്കാരത്തിന്റെയും ഇടയിൽ അയാൾ ഓതിയാൽ അയാൾക്ക് രാത്രി മുഴുവൻ ഖുർആൻ ഓതിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. നാലാമതായി ഖിറാഅത്തുൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറത്തി ഫിൽ ലൈൽ, രാത്രിയിൽ അൽ ബഖറ സൂറത്തിന്റെ അവസാനത്തെ 2 ആയത്ത് ഓതലാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഖറഅ ഖാതിമത്തുൽ ബഖറത്തി അജ്സഅത് അൻഹു ഖിയാമുൽ ലൈലത്തിൻ. അൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് ഒരാൾ രാത്രിയിൽ ഓതിയാൽ അവനിക്ക് ഒരു രാത്രി നിസ്കരിക്കുന്നതിന് മതിയാകുന്നതാണ് എന്ന്. ഇനി പറയാൻ പോകുന്നത് 5-മത്തത് സൽ സ്വഭാവമാണ്. ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി ദറജാതി ഖായിമിൽ ലൈലി സായിമിൻ നഹാർ. ഒരു വിശ്വാസിക്ക് അവന്റെ സൽസ്വഭാവം കൊണ്ട് രാത്രി നിസ്കാരത്തിന്റെയും പകൽ നോമ്പിന്റെയും നന്മ ലഭിക്കുന്നതാണ്. അടുത്തതായി മിസ്കീന്മാരെയും വിധവകളെയും കാര്യത്തിൽ പ്രവർത്തിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാഹി ഔൽ ഖായിമിൽ ലൈലി സ്സായിമി അന്നഹാർ. വിധവയുടെയും മിസ്കീന്റെയും കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനെ പോലെയോ, അല്ലെങ്കിൽ രാത്രിയിൽ മുഴുവനും നിസ്കരിക്കുന്നവനെ പോലെയോ, അല്ലെങ്കിൽ പകൽ മുഴുവൻ നോമ്പ് നോൽക്കുന്നവനെ പോലെയോ ആണ് എന്നാണ് പറഞ്ഞത്. അടുത്തതായി പറഞ്ഞത് ജുമുഅയുടെ മര്യാദ കാത്തു സൂക്ഷിക്കുക. അൽ മുഹാഫളത്തു അലാ ബഅദി ആദാബിൽ ജുമുഅ, ജുമുഅയുടെ മര്യാദകൾ കാത്തു സൂക്ഷിക്കുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചു, മൻ ഗസ്സല യൗമൽ ജുമുഅത്തി വഗ്തസല ثم ബക്കറ വബതകറ വമശാ വലം യർകബ് വദനാ മിനൽ ഇമാം ഫസ്തമഅ വലം യൽഗു കാന ലഹു ബികുല്ലി ഖത്വത്തിൻ അമലു സന അജ്റു സിയാമിഹാ വഖിയാമിഹാ. വെള്ളിയാഴ്ച ദിവസം കുളിക്കുകയും അതിരാവിലെ പോവുകയും വാഹനത്തിൽ കയറാതെ നടക്കുകയും ഇമാമിനോടടുത്ത് നിൽക്കുകയും ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്താൽ അവൻ ചവിട്ടുന്ന ഓരോ ചവിട്ടടിക്കും 1 വർഷത്തെ നോമ്പിന്റെ പ്രതിഫലവും രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലവും ലഭിക്കുമെന്നാണ്. ഇവിടെ ജുമുഅയുടെ മര്യാദകൾ എന്ന് പറയുമ്പോ അത് വെള്ളിയാഴ്ച കുളിക്കലായി, നേരത്തെ പോകല്, നടന്നു പോകല്, ഇമാമിന്റെ അടുത്തായി നിൽക്കല്, അവസാന സഫുകളിൽ ഇരിക്കാതിരിക്കല്, ഖുതുബ നന്നായി കേൾക്കല്, സംസാരിക്കാതിരിക്കല്, ഇതൊക്കെ ജുമുഅന്റെ മര്യാദകളാണ്. ഇതൊക്കെ പാലിക്കുന്ന ആൾക്ക് ഇത്രയും വലിയ പ്രതിഫലം കരസ്ഥമാകുന്നതാണ്. നമുക്ക് എത്രയോ ജുമുഅ കിട്ടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മഹത്വങ്ങൾ കരസ്ഥമാക്കാൻ പ്രത്യേകിച്ച് റമദാനിലെങ്കിലും നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. അടുത്തതായി ഉറങ്ങുന്നതിന് മുമ്പ് ഖിയാമുൽ ലൈലിനെ കരുതുക. ഒരാൾ കിടക്കാൻ പോയാല് അയാൾ കിടക്കുന്ന സമയത്ത് രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കണം എന്ന് കരുതി കിടക്കുന്നു. അയാൾ എന്തായിപ്പോയി, ഉറങ്ങിപ്പോയി, എഴുന്നേൽക്കാൻ പറ്റിയില്ല. എന്നാൽ കുതിബ ലഹു മാ നവാ, അവൻ കരുതിയത് അവനിക്ക് എഴുതപ്പെടുന്നതാണ്. ആ സമയത്ത് അവന്റെ ഉറക്ക് അള്ളാഹുവിൽ നിന്നും അവനിക്ക് ദാനമായി ലഭിച്ചതാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നാം ജീവിതത്തിൽ കൊണ്ടുവരികയും 10 മടങ്ങ് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു തആല നമുക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.